ഹായ് ഗായ്സ്, ഞങ്ങൾ ക്യാമ്പിലൊരു 2:30 ഒക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ക്യാമ്പിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഒരു മൂഞ്ചൽ വേണമല്ലോ. പിന്നെ നമ്മുടെ പാക്കേജിൽ റീച്ചിങ് ഡേ സൺസെറ്റും നെക്സ്റ്റ് ഡേ സൺറൈസും ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ കോട കാരണം സൺസെറ്റ് നടക്കില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് ക്യാമ്പിലെല്ലാവരും കൂടിയും ട്രക്കിങ്ങിന് പോവായിരുന്നു. പുലി പോലെ ഓടി വന്നൊരു പൂച്ചക്കുട്ടി ഇതായിരിക്കണ്. പുലി പോലെ ഓടി കയറിയതാ. പക്ഷെ എനർജി തീർന്നു. വെള്ളം വേണം, അത്രയും വെള്ളം. കുറച്ചും കൂടി മേളിലേക്ക് പോകണമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ ഒരു മൂഞ്ചൽ സംഭവിച്ചു. ചെന്നായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ നടക്കാൻ വയ്യായിരുന്നു. ഓൾറെഡി എനിക്ക് നടക്കാൻ നല്ല മടിയാണ്. അപ്പോൾ ആയതുകൊണ്ട് അവിടെ റെസ്റ്റ് എടുത്തു. നല്ല തണുപ്പും ചെറിയ രീതിയിലുള്ള കാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പിന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചു. ക്യാമ്പിലെത്തിയപ്പോഴേക്കും ക്യാമ്പ് ഫയറും അതേപോലെ ഫയർ ഡാൻസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് അതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പാക്കേജ് എടുത്തപ്പോഴുള്ള ക്യാമ്പും അവർ പിന്നെ മാറ്റിയതും തമ്മിലുള്ളൊരു ചെറിയൊരു മനപ്രയാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ സെറ്റായി. പിന്നെ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഗേൾസ് ടീമിനെ പരിചയപ്പെട്ടു. അവരെയും ഇതേപോലെ ക്യാമ്പ് മാറ്റിയതാണ്. തുല്യ ദുഃഖിതരായതിനാൽ ഞങ്ങൾ വേഗം കമ്പനിയായി. പിന്നെ ഫ്രഷൊക്കെ ആയി നമ്മൾ ക്യാമ്പ് ഫയറിനും അതേപോലെ ഫയർ ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിരുന്നു. നമ്മൾ ഫയർ ഡാൻസും അടിപൊളിയായിരുന്നു. അതേപോലെ ഒരു കപ്പിളിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ എങ്ങാനുമായിരുന്നു. അപ്പോൾ ആളെങ്ങാനും സർപ്രൈസ് കൊടുത്ത് അങ്ങനത്തെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സാധനം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ ഉണ്ടായി. നല്ല തണുപ്പാണ്. അവിടുത്തെ വെള്ളം ഹീറ്റർ ഇല്ലാണ്ട് യൂസ് ചെയ്യാനേ പറ്റില്ല അവസ്ഥയാണ്. പിന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയി, പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നമ്മൾ ഒരു 11:30-12 ആയപ്പോൾ കിടന്നു. രാവിലെ 3:30 ഒക്കെ ആയപ്പോഴേക്കും റെഡിയായി നിൽക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ആവേശം കാരണം ഹീറ്ററൊന്നും യൂസ് ചെയ്യാണ്ട് മേലൊഴുകിയിട്ടാണ് പോകുന്നത്. പക്ഷെ നല്ല ചില്ലായിരുന്നു, നല്ല വൈബായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ ഡ്രൈവർ ചേട്ടൻ അടിപൊളിയായിരുന്നു. പക്ഷേ പേര് ഞാൻ മറന്നുപോയി. ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മൂപ്പരിട്ട പാട്ട് പഴയ തമിഴ് ഭക്തിഗാനങ്ങളായിരുന്നു. പക്ഷെ മാറ്റം പറഞ്ഞപ്പോൾ മൂപ്പര് മീശമാധവൻ്റെ പാട്ടൊക്കെ ഇട്ടാന്നു കേട്ടോ, മലയാളം സോങ് തന്നെ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് ആർമാദനാണ്. ജെർക്കിങ്ങും അതിനോടൊപ്പമുള്ള വൈബിൻ്റെ തുള്ളലും കൂടി ആയപ്പോൾ സെറ്റായി. സീറ്റിൽ ഇരുന്നിട്ടില്ല. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി. അങ്ങോട്ടുള്ള നടത്തമാണ് ഈ കാണുന്നത്. എക്സൈറ്റ്മെൻ്റ് ആണ്. നല്ല രസമുണ്ടായിരുന്നു പോകുന്ന ഏരിയ തന്നെ. അങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിച്ച ആ സൺറൈസ് കണ്ടു ഗൈസ്. അടിപൊളി വ്യൂ ആയിരുന്നു. എന്താ പറയുക, ഭയങ്കര പ്ലസൻറ്റ് വൈബായിരുന്നേ. ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് രാവിലെ 3:30 എഴുന്നേൽക്കുന്നത്. ഞാൻ മോർണിംഗ് പേഴ്സൺ അല്ല, എന്നിട്ട് പോലും 3:30 എഴുന്നേറ്റ് അതും ആ തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചിട്ട് ഈ കാഴ്ച വന്ന് കണ്ടപ്പോൾ ജീവിതം ധന്യമായി എന്നൊക്കെ പറയില്ലേ. ആ സൺലൈറ്റ് എൻ്റെ കളർ ചെയ്ത മുടിയിലേക്ക് തട്ടുമ്പോൾ കളർ ചെയ്ത മുതലായി. പിന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മതിയാവുന്നില്ല. വീണ്ടും എടുത്ത് സ്റ്റോറേജ് ഫുള്ളാവും. കുറേ പഴയ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യും, പിന്നെ എടുക്കും. ഈ ഒരു സിറ്റുവേഷനായിരുന്നു. അമേസിങ് വ്യൂ ആണ്. പിന്നെ ഇതൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ജീപ്പിലേക്ക് തിരിച്ചു. പോകുന്ന ഏരിയ തന്നെ അടിപൊളിയാണ്. നല്ല തണുപ്പും ഈ ഒരു വ്യൂവും സെറ്റ്. വന്നപ്പോൾ ഈ വ്യൂ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ തിരിച്ച് പോകുന്ന നേരത്താണ് പോകുന്ന ഏരിയത്തെ വ്യൂ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വ്യൂ പോയിന്റിലെത്തി. അങ്ങോട്ട് നടക്കുന്ന ഏരിയ ആണ് അത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്ന് പറയുന്ന അതിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ തീർന്ന്, പിന്നെ ഒന്നും നോക്കണ്ട. അവിടെ തന്നെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഇത് നേരിട്ട് കാണുമ്പോൾ
അടിപൊളിയാണ്. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ക്ലൗഡ് ബഡിങ് കൂടുതൽ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എൻ്റെ പൊന്നോ, ഇതൊന്നും ഫോട്ടോയിലൂടെയോ വീഡിയോയിലൂടെയോ കാണേണ്ടതല്ല, നേരിട്ട് തന്നെ കാണേണ്ടതാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് 24 കാതത്തിൽ ഓരോരോന്നും വേണ്ട, പാടണ്ട, പാടി ശരിയാവില്ല. ആ പാട്ടൊക്കെ ഇങ്ങനെ മനസ്സിൽ പാടി ഇങ്ങനെ ആ വ്യൂ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. ഇതിലേറെ ക്ലൗഡ് ബഡിങ് ഇതിൻ്റെ തലേദിവസം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ ഞങ്ങളൊപ്പം വന്നിട്ടുണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ. ആ മേഘം ഒഴുകുന്ന ഒഴുക്കൊന്ന് നോക്കും ഗൈസ്. ഓ, ഇത് സ്വർഗത്തിലോ, ശരിക്കും ഇവിടം സ്വർഗമാണ്. മേടി എടുക്കുന്നത് നിർത്താനായിട്ട് എന്നോട് ചൂടാവുകയാണ് ഗൈസ്. ചാർലി ഫിലിമൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് അത്ര ഇവിടെ ഇത്രയും റഷായത്. അതിനു മുന്നേ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മളെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് അവർ വരുമാനങ്ങളൊക്കെ കൂടി ഇപ്പോൾ ഒരുപാട് പേര് വരും, ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം അവർ 3-4 ട്രിപ്പ് എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഇതെന്തായാലും പോവേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ പോവാത്തവർ ഇനിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് പോയി നിങ്ങൾ ഈ ഒരു വ്യൂ കാണണം. അതും നമുക്ക് ആ ഒരു സീസൺ ടൈമിൽ പോയാലേ ആ വ്യൂ ഒക്കെ കിട്ടുള്ളൂ. ചില ടൈമിൽ പോയാൽ കാണാറില്ല. അത് നമ്മൾ റീൽസിൽ തന്നെ കാണാറുണ്ട്. നമ്മൾ പോയ ഇതവസ്ഥ. സാധാരണ ഞാനൊക്കെ പോകുമ്പോൾ അങ്ങനെ ആവാറുണ്ട്. പക്ഷെ എന്തൊരു ഭാഗ്യം കൊണ്ട് നമുക്ക് ആ വ്യൂ ഒക്കെ സെറ്റായി. അപ്പം ഗൈസ്, കുളുക്കുമല വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ട്രിപ്പ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഫോളോ മീ. അപ്പോൾ ടാറ്റാ.